വെറും 15 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച് RCB ബൌളർമാരുടെ സകല തന്ത്രങ്ങളും സൂര്യവംശി ഇന്ന് തകർത്തെറിഞ്ഞു. നമസ്കാരം, ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പോയിന്റ് ടേബിളിൽ ആധിപത്യം ഉറപ്പിക്കാനിറങ്ങിയ രാജസ്ഥാൻ റോയൽസും പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ പോരാടുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള ഈ പോരാട്ടം ആരാധകർക്ക് സമ്മാനിച്ചത് മറക്കാനാവാത്ത നിമിഷങ്ങളാണ്. മത്സരത്തിന് തൊട്ടുമുൻപ് പെയ്ത അപ്രതീക്ഷിത മഴ സ്റ്റേഡിയത്തിൽ വലിയ ആശങ്കകൾ പടർത്തിയിരുന്നു. കളി നടക്കുമോ ഇല്ലയോ എന്ന് ആരാധകർ ഉറ്റുനോക്കിയ നിമിഷം. എന്നാൽ പ്രകൃതി കനിഞ്ഞതോടെ മഴ മാറി സ്റ്റേഡിയം വീണ്ടും വെളിച്ചത്തിൽ കുളിച്ചു. ടോസ് ഭാഗ്യം രാജസ്ഥാൻ ക്യാപ്റ്റൻ റിയാൻ പരാഗിനൊപ്പമായിരുന്നു. പിച്ചിന്റെ നനവും അന്തരീക്ഷത്തിലെ ഈർപ്പവും മുതലെടുക്കാൻ അദ്ദേഹം ഒട്ടും മടിക്കാതെ ആദ്യം പന്തെറിയാൻ തീരുമാനിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത RCB ഉയർത്തിയ 202 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം വെറും 18 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി രാജസ്ഥാൻ മറികടന്നു. വൈഭവ് സൂര്യവംശി വെറും 26 പന്തിൽ 78 റൺസടിച്ച് തകർത്തപ്പോൾ 43 പന്തിൽ 81 റൺസുമായി പുറത്താകാതെ നിന്ന ധ്രുവ് ജുറേലാണ് രാജസ്ഥാന്റെ ടോപ്പ് സ്കോററായത്. യശസ്വി ജയ്സ്വാൾ 13-ഉം ഹെറ്റ്മേർ 0-നും ക്യാപ്റ്റൻ റിയാൻ പരാഗ് 3 റൺസിനും പുറത്തായി നിരാശപ്പെടുത്തിയപ്പോൾ 24 റൺസുമായി രവീന്ദ്ര ജഡേജ വിജയത്തിൽ ജുറേലിന് മികച്ച കൂട്ടായി. RCBക്കായി ഹേസൽവുഡും കൃണാൽ പാണ്ഡ്യയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ജയത്തോടെ 4 കളികളിൽ നിന്ന് 8 പോയിന്റുമായി രാജസ്ഥാൻ 1-ാം സ്ഥാനത്ത് കുതിപ്പ് തുടരുമ്പോൾ 3 കളികളിൽ 4 പോയിന്റുമായി RCB 3-ാം സ്ഥാനത്താണ്. ആദ്യ ഓവർ എറിഞ്ഞ ഭുവനേശ്വർ കുമാറിനെ 2 തകർപ്പൻ ഫോറുകളിലൂടെ നേരിട്ടാണ് വൈഭവ് തുടങ്ങിയത്. മറുവശത്ത് യശസ്വി ജയ്സ്വാൾ ഹേസൽവുഡിനെ 2 വട്ടം സിക്സറിന് പറത്തിയെങ്കിലും അധികം വൈകാതെ പുറത്തായി. എന്നാൽ പിന്നീട് കണ്ടത് വൈഭവ് സൂര്യവംശിയുടെ താണ്ഡവമായിരുന്നു. അഭിനന്ദൻ സിംഗിനെയും ഹേസൽവുഡിനെയും ഭുവനേശ്വറിനെയും ഒരേപോലെ കടന്നാക്രമിച്ച വൈഭവ് വെറും 15 പന്തിൽ നിന്ന് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. വൈഭവിനൊപ്പം പവർ പ്ലേയിലെ അവസാന ഓവറിൽ 24 റൺസടിച്ച് ധ്രുവ് ജുറേലും കത്തിക്കയറിയതോടെ പവർ പ്ലേ പിന്നിടുമ്പോൾ തന്നെ രാജസ്ഥാൻ 97 റൺസിലെത്തി. 26 പന്തിൽ 78 റൺസെടുത്ത വൈഭവിനെ കൃണാൽ പാണ്ഡ്യയുടെ പന്തിൽ വിരാട് കോഹ്ലി ക്യാച്ചെടുത്ത് പുറത്താക്കുമ്പോൾ രാജസ്ഥാൻ സ്കോർ 8 ഓവറിൽ 129 റൺസിലെത്തിയിരുന്നു. വൈഭവ് പുറത്തായതിനു പിന്നാലെ തൊട്ടടുത്ത പന്തിൽ ഷിംറോൺ ഹെറ്റ്മേയർ ഗോൾഡൻ ഡക്കാവുകയും ക്യാപ്റ്റൻ റിയാൻ പരാഗ് പെട്ടെന്ന് പുറത്താവുകയും ചെയ്തതോടെ രാജസ്ഥാൻ 129-ന് 1 എന്ന നിലയിൽ നിന്ന് 134-ന് 4 എന്ന നിലയിലേക്ക് വീണെങ്കിലും ജുറേലും ജഡേജയും ചേർന്ന് രാജസ്ഥാനെ വിജയത്തിലെത്തിച്ചു.